أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر له وارحمه مرحوم جاني ست نور الله مرقده واعف عنه وعافه وأكرم نزله ووسع مدخله واعثله بالماء والثلج والبرد ونقيه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة واعذه من عذاب القبر أو من عذاب النار برحمتك يا أرحم الراحمين. جددوا إيمانكم ونظروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر له وارحمه مرحوم جاني سيد نور الله مرقده واعف عنه وعافه وأكرم نزله ووسع مدخله واعثله بالماء والثلج والبرد ونقه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر أو من عذاب النار برحمتك يا أرحم الراحمين റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ് പരിശുദ്ധ റമളാൻ ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച് ഹബീബായ മുത്തുനബി തങ്ങളുടെ പരിശുദ്ധ റൗള ഷരീഫിൽ പരിശുദ്ധ ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ടുള്ള ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ പരിശുദ്ധ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ സമയങ്ങൾ അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്ലിസ് നടത്തുന്നതും ഖുർആൻ വഖഫ് ചെയ്യുന്നതും അതിനുവേണ്ടിയുള്ള സമയങ്ങൾ ചിലവഴിക്കുന്നതും അല്ലാഹുവേ അഹ്ബാബിൽ മുസ്തഫയുടെ അഡ്മിനായി
ഹബീബായ മുത്തുനബി തങ്ങളുടെ സേവകിയായി ഖിദ്മത്ത് ചെയ്യുന്ന, സ്വലാത്തിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട നാസില എന്ന പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവേ അവരുടെ ഭർത്താവിൻ്റെ വന്യപിതാവ് മർഹൂം ജാനീസേട്ട് നവ്വറല്ലാഹു മർഖദ, ആ ഉപ്പയ്ക്കു വേണ്ടിയാണ് ഈ പരിശുദ്ധ മദീന മുനവ്വറയിൽ അവിടുന്ന് വിട പറഞ്ഞ റമളാൻ 1 തന്നെ മുത്തുനബി തങ്ങളുടെ ഹളറത്തിൽ ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ടുള്ള മജ്ലിസ് നടത്തുന്നത്. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ആ ഉപ്പയുടെ ഖബർ വിശാലമാകാൻ, ഖബർ സ്വർഗമാകാൻ ഹബീബായ മുത്തുനബി തങ്ങളുടെ നൂറുകൊണ്ട്, അവിടുത്തെ അൻവാറുൽ മദീന കൊണ്ട് റബ്ബേ ആ ഖബറിടം പ്രകാശമാകാൻ, കണ്ണെത്താ ദൂരത്ത് റബ്ബേ ഖബർ വിശാലമാകാൻ, മലായികത്തീങ്ങളുടെ സാന്നിധ്യമുള്ള ഖബറാകാൻ, വലിയ പദവി ലഭിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ ഉപ്പയ്ക്ക് വേണ്ടി എല്ലാ റമദാനിലും ഇതുപോലെ മജ്ലിസുകൾ നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ പിതാവിന് വേണ്ടി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, പടച്ചവനെ നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ ആ ഉപ്പയുടെ പ്രിയപ്പെട്ട മകൾക്കു തുല്യമായ നാസില എന്ന പ്രിയ സഹോദരി, ആ സഹോദരി ചെയ്യുന്ന ഖിദ്മ, ഹബീബായ മുത്തുനബി തങ്ങളെ സ്വലാത്തിനു വേണ്ടി ഖിദ്മ ചെയ്യുന്നു. അവരുടെ എല്ലാം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന സഹോദരിയാണ്. അവരുടെ കീഴിൽ ആരെല്ലാമാണോ ഓരോ ദിവസവും ഹബീബായ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലി പ്രതിമാസം തരുന്നോ, അവർക്കുമുണ്ടല്ലോ ഒരുപാട് ആഗ്രഹങ്ങൾ, നിയ്യത്തുകൾ. അല്ലാഹുവേ അവർ പല വിഷമങ്ങളിലും കഴിയുന്നവരായിരിക്കാം. അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും, എല്ലാ വിഷമങ്ങളും, എല്ലാ രോഗങ്ങളും റബ്ബേ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ പരിഹരിക്കണേ അല്ലാ. പടച്ചവനെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ എല്ലാവരും ചൊല്ലിയ സ്വലാത്ത് മുൻനിർത്തി ദുആരക്കുന്നു പ്രിയപ്പെട്ട മകളായ നസിലാത്ത്. അവർ ചൊല്ലിയ സ്വലാത്ത് ഈ കൂട്ടായ്മയിൽ വന്നതു മുതൽ ഈ നിമിഷം വരെ ചൊല്ലിയ സ്വലാത്തുകൾ മുൻനിർത്തിയാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഖുദ് ബി ഐദീനാ ഖല്ലത ഹീലതുനാ അദിരിക്നാ യാ റസൂലല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ധാരാളം സ്വലാത്ത് ചൊല്ലുന്നു, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദിവസങ്ങൾ ഒരു സ്വലാത്ത് പോലും ചൊല്ലാതെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ജമാഅത്തോടുകൂടി സ്വലാത്ത് ചൊല്ലുമ്പോൾ കൊടുക്കണമല്ലോ എന്ന ആനന്ദത്തിൽ, ആവേശത്തിൽ നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കാൻ, നമ്മുടെ ഹവൻ നഫ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുന്ന മനോഹരമായ നിമിഷമാണല്ലോ റബ്ബേ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഈ യാത്രയും ഞങ്ങളുടെ ഈ ഖിദ്മത്തുമെല്ലാം കബൂലാക്കണേ അല്ലാ. ധാരാളം ഖിദ്മകൾ ഞങ്ങൾക്ക് പരിശുദ്ധ റമളാനിൽ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ലോകത്തെവിടെയുമില്ലാത്ത അത്രയും മഹത്വവും പ്രതിഫലവും 24 മണിക്കൂറും ഖുർആൻ പാരായണം ചെയ്യുന്ന പരിശുദ്ധ റൗളാ ഷരീഫിൽ ഞങ്ങൾ ഖുർആൻ വെക്കുമ്പോൾ എത്ര ആളുകളാണ് അതെടുത്തോതുന്നത്. അതിൻ്റെ പ്രതിഫലം റബ്ബേ ഖുർആൻ വഖഫ് ചെയ്തവർക്കും അവരെന്തുദ്ദേശം വെച്ചാണോ ചെയ്തത് അവർക്കും, അല്ലാഹുവേ ഇതിന് കാരണമായ ആരെല്ലാമുണ്ടോ അവർക്കും ഈ വിനീതനടക്കം ഞങ്ങളുടെ ഖബറിലേക്ക് റബ്ബേ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളുടെ കാവല് നീ നൽകണം റഹ്മാനെ, കാവല് നീ നൽകണേ അല്ലാ. ഈ
മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആമീൻ പറയുന്നവർക്കും ഈ മജ്ലിസിൻ്റെ ജവാബ് നീ നൽകണേ അല്ലോ. എല്ലാവിധ രോഗങ്ങളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലോ. ദുആ ചെയ്യുന്നവനേക്കാളും റബ്ബേ മഹത്വമുള്ളത് അല്ലാഹുവേ പരിശുദ്ധ മദീനയാണ്. പടച്ചവനെ ത്വയ്ബ മണ്ണിൽ നിന്നാണ്, ഹബീബായ മുത്തുനബി തങ്ങളുടെ പച്ചക്കുബ്ബയുടെ പരിസരത്തു നിന്നാണ്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലോ, നീ കബൂലാക്കണേ അല്ലോ. പരിശുദ്ധ റമളാനിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ പരിശുദ്ധ റൗളാ ഷരീഫിൽ സ്വന്തം നഫ്സിന് വേണ്ടി ഖുർആൻ വഖഫ് ചെയ്തവർ കഴിഞ്ഞ റമളാനിൽ കഴിഞ്ഞുപോയി. അൽഹംദുലില്ലാ 104 ഖുർആനായിരുന്നു പരിശുദ്ധ റമളാനിൽ സ്ഥാപിച്ചത്. അതും സ്വന്തം നഫ്സിന് വേണ്ടി വെച്ചതാണ്. ഇപ്രാവശ്യവും അല്ലാഹുവേ എത്രയോ പേര് തയ്യാറെടുത്തു നിൽക്കുകയാണ് എൻ്റെ പേരിൽ ഖുർആൻ വഖഫ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. പരിശുദ്ധ ഖുർആൻ 114 സൂറത്തുകളാണ്. അല്ലാഹുവേ 114 ഖുർആൻ ഞങ്ങൾക്ക് സ്ഥാപിക്കണം, വലിയ ആഗ്രഹമുണ്ട്. അത് റമളാൻ 1 മുതൽ 30 വരെയും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് റബ്ബേ. മനോഹരമായ രൂപത്തിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹദറത്തിൽ വെച്ച് ദുആ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ഈ കഴിഞ്ഞ കാലയളവുകളിൽ അല്ലാഹുവേ 100 കണക്കിന് മുസ്ഹഫുകളാണ്, ഖുർആനുകളാണ് മസ്ജിദുൻ നബവിയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അല്ലാഹുവേ ആരെല്ലാമാണോ വഖഫ് ചെയ്തിട്ടുള്ളത് അവർക്കെല്ലാം ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് നീ കാണിക്കണേ അല്ലാ. പരിശുദ്ധ റമളാൻ അല്ലാഹുവേ തുടങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുനോട്ടം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ധാരാളം ഖുർആനും ദിക്റുകളും പാരായണം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ അഹ്ലുസുഫ എന്ന മദീന നിവാസികളെ സഹായിക്കുന്ന റബ്ബേ, സദഖ നൽകിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ അല്ലാഹുവേ അവരുടെ മക്കളടക്കം റബ്ബേ എനിക്കും അതിൽ ചേരണമെന്നാഗ്രഹിച്ചുകൊണ്ട് പ്രതിമാസം അവരെ കൊണ്ട് കഴിയുന്ന ചെറുതും വലുതുമായ ഹദിയകൾ അത് മദീന നിവാസികൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, അവരുടെ കണ്ണീരൊപ്പുമ്പോൾ അല്ലാഹുവേ അവരുടെ സന്തോഷവും ദുആയും അഹ്ലുസുഫ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിമാസം സദഖ നൽകുന്നവർക്ക് ആ ദുആ നീ എത്തിക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലാ. ബിഹഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ പരിശുദ്ധ റമളാനിൽ നോമ്പ് തുറയിലേക്ക് മസ്ജിദുൻ നബവിയിലെ നോമ്പ് തുറയിലേക്ക് ഹദിയകൾ തന്നവരും തരാനുള്ളവരും തന്നുകൊണ്ടിരിക്കുന്നവരും ഉണ്ട് റഹ്മാനെ, ഏറ്റെടുത്തവരുണ്ട് റഹ്മാനെ. അതെല്ലാം പരിശുദ്ധ മദീനയിൽ ചെലവഴിക്കാനും അതിലൂടെ ഞങ്ങൾക്ക് ആഖിറം പുൽകാനും തൗഫീഖ് നൽകണേ അല്ലാ. ഈ വിനീതനും റബ്ബേ ഒരുപാട് ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ മദീനയിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين.